Hi, question number 1. Yes, let's read the question. Two capacitors C1 and C2 are connected parallel to a battery. Parallel to a battery. That means അപ്പോൾ രണ്ട് പേർക്കും C1നും C2നും പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് മനസ്സിലാക്കാം. Then charge time graph is shown below for two capacitors. Charge time graph is given. Energy stored with them are U1 and U2 respectively. Which of the given statements is true now? ആ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് C1 C2നെ റിലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എനർജീനെ റിലേറ്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ സിൻസ് ദ കപ്പാസിറ്റീസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ ബാറ്ററി, യു ക്യാൻ സേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് ദ സെയിം. അപ്പോൾ വി എന്താണ്? വി കോൺസ്റ്റൻ്റ് ആണ്. വി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ക്യൂവിൻ്റെ ഇൻഫർമേഷൻ നമുക്കിവിടെ ഉണ്ട്. ദർഫോർ ഹാഫ് സി വി സ്ക്വയർ എന്ന് നമുക്ക് കൊടുക്കാം. ഹാഫ് സി വി സ്ക്വയർ, കാരണം വി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ യു ആർക്കാ കൂടുതൽ? സി കൂടുന്ന ആൾക്ക് യു കൂടും എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. സി കൂടിയ ആൾക്ക് എന്ത് കൂടുതലായിരിക്കും? യു കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ മാത്രമല്ല നമ്മളെ കയ്യിൽ സി ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വി കൂടിക്കഴിഞ്ഞാൽ വി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വി കോൺസ്റ്റൻ്റ് ആയാൽ ക്യൂ ആർക്കാണോ കൂടുതൽ അയാൾക്ക് സിയും കൂടുതലായിരിക്കും. അപ്പോൾ ക്യൂ ഇവിടെ ആർക്കാ കൂടുതൽ നോക്കൂ. ക്യൂ ആർക്കാ കൂടുതൽ? യെസ്, ഇറ്റ് ഈസ് ഫോർ C2. ദർഫോർ Q2 ഗ്രേറ്റർ ദാൻ Q2 ഈസ് ഗ്രേറ്റർ ദാൻ Q1. Q2 ഗ്രേറ്റർ ദാൻ Q1. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം ദർഫോർ C2 ഈസ് ഗ്രേറ്റർ ദാൻ C1. C2 ഈസ് ഗ്രേറ്റർ ദാൻ C1. ദർഫോർ വാട്ട് യു ക്യാൻ സേ U2 ഈസ് ഗ്രേറ്റർ ദാൻ U1 എന്ന് നമുക്ക് പറയാം. U2 ഈസ് ഗ്രേറ്റർ ദാൻ U1. അപ്പോൾ രണ്ട് ഇൻഫർമേഷനായി. C2 ഗ്രേറ്റർ ദാൻ C1 ആണ്. That is that this is okay and this is also okay. Now again U2 greater than U1 ആണ്. U2 greater than U1, this is wrong. Therefore option 4 is the right answer. Option 4 is correct.